നമസ്കാരം. നമസ്കാരം ജോത്സരെ. ഭദ്രേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ ശങ്കരനാരായണൻ ജോത്സര്. എനിക്കറിയാം. ഇതെന്റെ സഹോദരനാ ഭദ്രൻ. എനിക്കറിയാം, അന്ന് വന്നിട്ടുണ്ടല്ലോ. അതെ അതെ, വരണം. ഓ വരണം. ഇരിക്കേ. ജോത്സ്യരെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ. കൊട്ടാരത്തിലെ ദിവ്യമായ മണിമാല ഇവിടെ ഒരാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ പ്രശ്നം വെച്ചപ്പോ കബഡികളുടെ കിലുക്കം അതാണ് സൂചിപ്പിച്ചത്. അതെ ജോത്സ്യരെ, അത് ഒറിജിനലാണോ അല്ല എന്നെ കബളിപ്പിക്കാനായി ആരെങ്കിലും കൊണ്ടുവരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയണം. അതിന് ജോത്സ്യർ എന്നെ സഹായിക്കണം. സഹായിക്കാം. ആദ്യം ആ മാലയൊന്ന് കാണട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ അത് യഥാർത്ഥ മാലയാണോ അല്ല തട്ടിപ്പാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനിപ്പോ തട്ടാമാര് വരണ്ടേ? സ്വർണത്തിന് സാമീപ്യം കൊണ്ടും ഗന്ധം കൊണ്ടും മാറ്റുകൊണ്ടും നഗ്ന നേത്രങ്ങൾ കൊണ്ടും തിരിച്ചറിയുന്നതാണ് ജ്യോതിഹേമ ശാസ്ത്രം. ഓഹോ, അതൊന്നും അറിഞ്ഞില്ല. എങ്കിൽ ഐശ്വര്യയോട് ആ മണിമലയെ കൊണ്ടുവരാൻ പറയാം. അല്ല കുഞ്ഞോളെ. ചന്ദ്രലേഖേ, ചന്ദ്രലേഖേ. മാഡം, ഐശ്വര്യയോട് ഇവിടേക്കൊന്ന് വരാൻ പറയും. ജോത്സ്യൻ അതിദിവ്യനാ, വളരെ ബുദ്ധിമുട്ടിയാ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. പുരാവസ്തുക്കളെ കുറിച്ച് ജോത്സ്യരെ പോലെ അറിവുള്ള ആളുകൾ വളരെ കുറവാ. എന്നെ പോലെയുള്ളവരെ പുരാവസ്തുക്കളുടെ കാര്യം പറഞ്ഞ് കബളിപ്പിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാ ഈ മണിമാല എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോ അത് പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനു പറ്റിയ ഏറ്റവും നല്ല ആൾ ഈ ശങ്കരനാരായണൻ ജോത്സ്യൻ തന്നെയാണെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് സന്തോഷായി. എനിക്കും.